ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം സ്ക്രാപ്പ് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും പാൽ പാക്കറ്റൊക്കെ ഇട്ട് വെക്കുന്ന ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടി കേട്ടോ. അത് നന്നായിട്ട് വൃത്തിക്ക് കഴുകി ഇതുപോലെ രണ്ട് സൈഡിൽ ഓരോ ബോക്സുകളും കൂടെ റിവിറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടൂൾസ് ഇട്ട് വെക്കാൻ വേണ്ടി എടുത്തു. ഈ ടോയ് വണ്ടിയൊക്കെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൂൾസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു ഫ്രെയിം വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ആക്സിലൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് വീല് ബാക്കിലും ഫ്രണ്ടിൽ 360 റൊട്ടേറ്റ് ചെയ്യുന്ന വീലും ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ബോക്സിൻ്റെ മെഷർമെൻറ്റിന് അനുസരിച്ചാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയേക്കുന്നത്. ഫ്രെയിം വെൽഡ് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുവാൻ സാധിച്ചില്ല. അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല. മെഷർമെൻറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതുണ്ടോ, ബോക്സ് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി സീറ്റിംഗ് ആയിട്ടിരുന്നോളും, തെന്നി മാറത്തില്ല. ഈ ബോക്സിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു SS പൈപ്പിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് റിവിറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഹോട്ട് ഗണ്ണ് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടോടുകൂടി വെച്ച് കഴിഞ്ഞാലും ബോക്സ് ഉരുകത്തൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഗ്ലൗസ് ഒക്കെ സൈഡിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും തന്നെ കുറേ ത്രിൽഡായി. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തെടുക്കണമെന്ന് തോന്നി. ഇത് കണ്ട നമ്മുടെ കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. ഇത് നമ്മൾ വണ്ടിയുടെ മോട്ടറൊക്കെ ചെക്ക് ചെയ്യുന്ന വയറാണ്. ഇത് ടെസ്റ്റിംഗ് ബാറ്ററിയാണ്. ഇത് കണ്ട നമ്മൾ കുറേ കാര്യങ്ങളും കൂടെ ചെയ്തെടുത്തു. ഈ ഹോട്ട് ഗണ്ണ് നമ്മൾ ശ്രദ്ധിക്കാതെ ഉപയോഗം കഴിഞ്ഞ് നിലത്തേക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കോയിൽ പെട്ടെന്ന് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കുന്നത്. WD-40 വെക്കാൻ വേണ്ടി ഇതുപോലെ PVCയുടെ ഒരു പൈപ്പ് കട്ട് ചെയ്ത് റിവിറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലഷ് ക്യുക്ക് വെക്കാം. ഇതിൻ്റെ സൈഡിൽ പിടിപ്പിച്ചിരിക്കുന്ന ബോക്സിൻ്റെ സൈഡിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റർ, കട്ടിംഗ് പ്ലെയർ, സ്ക്രൂ ഡ്രൈവറുകൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ ഹാൻഡിൽ വരുന്ന സൈഡിൽ ഇതുപോലെ ചെറിയ സ്ലിറ്റ് ഇട്ടിട്ട് 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ ഇതുപോലെ ഈസി ആയിട്ട് കയറ്റി വെക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് എമർജൻസി വെൽഡിംഗ് റോഡൊക്കെ വെക്കാൻ വേണ്ടി ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ PVC പൈപ്പിൻ്റെ പീസുകൾ ഒരു മൾട്ടിവുഡിലേക്ക് ഒട്ടിച്ചെടുത്തിട്ട് റിവിറ്റ് അടിച്ച് ഇതുപോലെ സ്പാനറുകൾ സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ടോയ് വണ്ടി റിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിൽ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു വണ്ടി പണിയാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സമയനഷ്ടമായിരിക്കും. പല ടൂൾസും നമ്മൾ നോക്കിയാൽ കാണുകയില്ല, പല സ്ഥലത്തായിട്ടായിരിക്കും കിടക്കുന്നത്. ഇതിപ്പം ഒറ്റ ട്രോളിയിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാം. വർക്ക്ഷോപ്പിലാണെങ്കിൽ തന്നെ വളരെ നീറ്റായിട്ട് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഈ ടൂൾസ് എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഒരു വികാരമാണ്. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒരു കലയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പഠിക്കാനുള്ള കോൺഫിഡൻസ് കൂട്ടുന്ന പോലെ ഈ ടൂൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം നമുക്ക് ഓരോ ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് അത് തരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.